a plus b the whole square is equal to a square plus എടി വിളമ്പി വെച്ചിട്ട് കുറേ നേരായി നീ വന്ന് കഴിക്കുന്നുണ്ടോ? എന്നമ്മ ഞാനിതൊന്ന് തീർത്തിട്ട് വരാം. e minus b the whole square is equal to a square minus 2ab plus b whole square is equal to. മോളെ ഞാൻ നാളെ ഒരു 9 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ വന്നാ പോരെ? ആ മതി. എന്നാലും അമ്മ കുറച്ച് നേരത്തെ വന്നോ, എന്റെ കൂട്ടുകാരികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാലോ. e minus b the whole square is equal to a square minus 2ab plus b. e minus b the whole square is equal to a square minus 2ab plus b square. കുഞ്ഞാവേ നാളെ ഞാൻ ഈ സാരി ഉടുത്താ പോരെ? അമ്മേ ഇതിനേക്കാൾ നല്ലതാ പുള്ളി സാരി അല്ലേ? നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അതന്നെ ഉടുക്കാം. a plus b the whole square is equal to a square plus 2ab plus. അമ്മേ എന്താ മോളെ? കറിയാച്ചൻ അവൻ എന്റെ അടുത്താ കളി. അവനെ ഞാനുണ്ടല്ലോ എന്നതാടി നോക്കി നിൽക്കുന്ന എന്നതാടി തുറച്ചു നോക്കുന്നേ? ദേ മനുഷ്യ, ഇന്ന് നിങ്ങൾ കുടിച്ചോണ്ടാണോ വന്നിരിക്കുന്നേ? അതേടി ഞാൻ കുടിച്ചിട്ട് തന്നെയാ വന്നിരിക്കുന്നേ. അതിനിപ്പോ ഈ തള്ളയ്ക്കും മോൾക്കും എന്നാ? ഈ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ നിങ്ങൾക്ക്? കുടുംബത്തെ പറ്റിയൊന്നും നീ എന്നോട് പറയണ്ട. അതറിഞ്ഞിട്ടാണോ പപ്പ എന്നും ഇങ്ങനെ കള്ളു കുടിച്ചോന്ന് വഴക്കുണ്ടാക്കുന്നേ? എനിക്ക് മനസ്സമാധാനായിട്ടൊന്നും പഠിക്കാൻ പോലും പറ്റുന്നില്ല. നീ വലിയ പഠിപ്പുകാരി. കേറി പോടിയകത്ത്. പഠിപ്പ് മനുഷ്യ, എന്റെ മോളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കുന്നോ? എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ തള്ളയും മോളെയും ഞാനുണ്ടല്ലോ. എന്നെ പഠിപ്പിക്കാനായി തള്ളേ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, നമ്മുടെ വിദ്യാലയത്തിലെ നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ജീവിത വീക്ഷണവും ജീവിത ലക്ഷ്യവും വെച്ച് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിനി. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ആനിയാണ്. നമ്മളെല്ലാം പൂപൂക്കുന്ന ചെടികളെ മാത്രമേ പരിപാലിക്കാറുള്ളൂ, സ്നേഹിക്കാറുള്ളൂ, ഓമനിക്കാറുള്ളൂ. പക്ഷേ താൻ നടന്നു വരുന്ന വഴിയിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു തണൽമര തൈക്ക് പോലും വീട്ടിൽ നിന്നും തനിക്ക് കുടിക്കുവാനായി കൊണ്ടുവരുന്ന വെള്ളമൊഴിച്ച് അതിൽ ജീവന്റെ പച്ചപ്പ് നിലനിർത്താൻ ശ്രമിക്കുന്ന ആനിയെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
അതുപോലെ വൃദ്ധജനങ്ങളെയും രോഗികളെയും മാത്രമല്ല, മഴ നനയുന്ന ഒരു പൂച്ച കുഞ്ഞിനെ പോലും തന്റെ നിസ്വാർത്ഥമായ വാത്സല്യത്താലും കാരുണ്യത്താലും പ്രതീക്ഷയുടെ ആ ലോകത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആനിയെക്കുറിച്ചോർത്ത് അവളുടെ മാതാപിതാക്കൾ മാത്രമല്ല, അധ്യാപകരായ ഞങ്ങളും സന്തോഷിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ആനിയെ മാതൃകയാക്കണമെന്നതാണ് എന്റെ അഭിപ്രായം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന അമ്മയെ കാണുന്നില്ലല്ലോ. നീ വിഷമിക്കില്ലേ, അമ്മ വരും. അധ്യാപകരായ ഞങ്ങൾക്ക് മാത്രമല്ല, ആനി എന്ന വിദ്യാർത്ഥിനി ഈ നാടിന് മുഴുവൻ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ആനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി 2 വാക്കുകൾ പറയാൻ ആനിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെയ്തത് അത്ര വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്കിതിനെല്ലാം പ്രചോദനമായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയും ഈ ലോകത്തിന്റെ തന്നെ അമ്മയായ മദർ തെരേസയുടെയും ജീവിത രീതികളാണ്. അതെനിക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപകർക്ക് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആനി, മകളാ പാവം. ബോഡി കൊണ്ടുപോയോ? അപ്പൊ ചേച്ചിയോ? അവരെ പോലീസ് കൊണ്ടുപോയി. മോളെ, അമ്മ. നിനക്ക് എന്നോട് കരഞ്ഞു കാണിക്കാം. എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഞാൻ പിതാവിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിതാവും ആനിയുടെ ഈ അവസ്ഥയിൽ ഉത്കണ്ഠാകുലനാണ്. അവൾ ഇനി നമ്മുടെ സംരക്ഷണത്തിൽ തന്നെ കഴിയട്ടെ എന്നതാണ് അവിടുത്തെയും അഭിപ്രായം. ശരിയാ, നല്ല സമർത്ഥയായ കുട്ടിയാണവൾ. ആരുമില്ലാതെ അവൾ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത് തന്നെ ഓരോ ചിന്തകളും മറ്റുമായി അവളുടെ മനസ്സിനെ മുരടിപ്പിച്ചു കളയും.
മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കർത്തവ്യബോധം നഷ്ടപ്പെടുമ്പോൾ സ്വന്തം മക്കളുടെ സുന്ദരമായ ജീവിതമാണ് ബലിയാടാകുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഏതായാലും സിസ്റ്റർ നാളെ രാവിലെ തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. ശരി മദറേ, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോയിക്കൊള്ളാം. ശരി, സിസ്റ്റർ പൊയ്ക്കോളൂ. എന്റെ മോൾക്ക് ഫീസ് കൊടുക്കാനേ എന്റെ തൊടിയിലെ മുതൽ തന്നെ വേണം. ഞാൻ വെച്ചെങ്കില ഞാൻ ആരും പിള്ളേരെ പഠിപ്പിക്കാത്ത പറയും മദർ, ഞാനിനി എന്താ ചെയ്യണ്ടേ? എന്റെ മോളുടെ ഭാവി ഓർത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്തേനെ. ആനിയുടെ അമ്മ വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. വാ മോളെ, എന്താ ആനി ഇങ്ങനെ നോക്കുന്നേ? മോളൊരു അപരിചിതവും പ്രകടിപ്പിക്കണ്ട. ഇവിടെ ആനിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഇത് മോളുടെ സ്വന്തം ഭവനമായി കരുതിയാൽ മതി. നോക്കടി, ആനിക്ക് ഇവിടെ ഒത്തിരി കൂട്ടുകാർ കിട്ടും. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ പ്രാർത്ഥനകളും മറ്റുമായി ഞങ്ങളും ഉണ്ടാവും ആനിയോടൊപ്പം. ഇതൊരു പുതിയ ജീവിതമായി കണ്ടാൽ മതി. ഇനി മുതൽ ഇതാണ് നിന്റെ താമസ സ്ഥലം. പുതിയ സാഹചര്യങ്ങളുമായി ആനിക്ക് പെട്ടെന്ന് ഇണങ്ങി ചേരാൻ കഴിയും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആനി വിശ്രമിച്ചോളൂ, സിസ്റ്റർ അല്പം കഴിഞ്ഞു വരാം. ആനി, ആനി എന്താ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സംഭവിച്ചതല്ല സംഭവിച്ചു. ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കാം. നമുക്കതല്ലേ ചെയ്യാൻ നോക്കൂ. ആനി ഇങ്ങ് വന്നേ. മോൾ ഒറ്റപ്പെട്ടെന്ന ചിന്തയൊന്നും വേണ്ട. ഇവിടെയുള്ളവരെല്ലാം ആനിക്ക് സ്വന്തമല്ലേ? ദേ, ഇവരോടൊപ്പം പോയി കളിച്ചേ. അങ്ങനെ നിന്റെ മനസ്സൊന്ന് തെളിയട്ടെ. കുട്ടികളെ, കളിക്കാൻ ആനിയും കൂടി കൂട്ടിക്കേ.
ആനി വാ. ഏതായാലും ഇതിനൊരു പരിഹാരം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. വർഗീസേ, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മാഷിനോട് ചോദിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ മാനേജ്മെന്റ് തീർച്ചയായും നടപടി എടുത്തിരിക്കും. ഇയാളുടെ മകന് വന്ന ഗതി നാളെ ഞങ്ങളുടെ മക്കൾക്ക് വരികയില്ലെന്ന് എന്നത് ഉറപ്പ്. ദാണ്ട് വരുന്നുണ്ട്. വരട്ടെ, ഈ വർഗീസ് ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ മദർ, എന്തിനാ വിളിച്ചത്? എന്തിനാ വിളിച്ചതെന്നോ? എടോ, തനിക്കറിയോ എന്റെ മകന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാ പോലും ഞാൻ സഹിക്കില്ല. അത്രമാത്രം ജീവനായിരിക്കും അവൻ. ഇതുവരെ ഞാൻ അവനെ ഒന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. പക്ഷെ താൻ എന്റെ മകനെ തല്ലി, ഒരുപാട് തല്ലി. അവൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതറിയോ തനിക്ക്? ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എന്റെ കുഞ്ഞിനെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. അത്രമാത്രം ജീവനാ എനിക്ക് എന്റെ കുട്ടി. താങ്കൾ ഇപ്പൊ പറഞ്ഞതാണ് തെറ്റ്. ഇത്രയും കാലമായിട്ടും നിങ്ങൾ നിങ്ങളുടെ മകനെ വേദനിപ്പിച്ചിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നം. ഒരു ചൊല്ലുണ്ട്, ഒന്നാണെങ്കിലും ഓലക്ക കൊണ്ട് അടിച്ചു വളർത്തണമെന്ന്. പക്ഷെ ഇന്നുള്ള മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വടി കൊണ്ട് പോലും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനധികം ഒന്ന് ഉപദേശിക്കുന്നത് പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് മക്കളോട് കാണിക്കുന്ന എന്തോ വലിയ ദ്രോഹമായിട്ടാണ് അവർ കാണുന്നത്. പിന്നെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ചോദിക്കുന്ന പണവും പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് മക്കളെ ആഡംബരക്കാരിൽ സ്കൂൾ മുറ്റത്ത് ഇറക്കി വിട്ടിട്ട് പോകുന്നതാണോ? എന്നാൽ അതിനെ സ്നേഹമെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് സ്വന്തം മക്കളോട് ചെയ്യുന്ന ദ്രോഹമെന്നേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഞാനിവനെ തല്ലി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ വേദനിച്ചു എന്നും പറഞ്ഞില്ലേ? നാളെ നിങ്ങളും ഞങ്ങളും ഒക്കെ ഇവനെ പ്രതി വേദനിക്കാതിരിക്കുവാൻ വേണ്ടിയാ ഞാനിവനെ ശാസിച്ചത്. ഇന്ന് ഒരു ചെറിയ പാൻ മസാല ഉപയോഗിച്ച ഇവൻ നാളെ ഈ സമൂഹത്തിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തില്ല എന്ന് ആരറിഞ്ഞു? അതാണ് ഇപ്പോഴത്തെ കൂട്ടുകെട്ട്, ഈ കാലഘട്ടം. അന്ന് നമ്മളെല്ലാവരും കുറ്റബോധത്താൽ ഇവനെ ഓർത്ത് തല കുനിക്കേണ്ടതായിട്ട് വരും. അതുണ്ടാകാതിരിക്കാനാ ഞാനിവനെ ശിക്ഷിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികൾ ഞങ്ങളുടെയും കുട്ടികളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ വളർത്തുന്നത്. ഇവൻ മിടുക്കനാണ്. ഇവൻ ഇതൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഇതായിരുന്നു കാരണമെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. സാറ് പറഞ്ഞതുപോലെ ചോദിക്കുന്ന പണവും കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഇവൻ ആ പണം എന്തു ചെയ്തെന്നോ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നതെന്നോ ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. മകന്റെ ഭാവിക്ക് വേണ്ടി പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ അവന്റെ യഥാർത്ഥ ജീവിതം കാണാൻ ഞാൻ മറന്നുപോയി. മകനെ അന്ധമായി സ്നേഹിക്കുന്ന ഒരച്ഛന്റെ അറിവില്ലായ്മയെ കണ്ട് സാർ ക്ഷമിക്കണം. ആനി, നീ എന്താ കഴിച്ചില്ലേ? ഇല്ല, വിശപ്പില്ല. നീ എന്തെങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? ഏയ്, ഒന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത് എന്നെ വളർത്താനായിട്ടുള്ള അമ്മയുടെ കഷ്ടപ്പാടായിരുന്നു. ഏത് സമയം ലഹരിയിലായിരുന്നു എൻ്റെ പപ്പയ്ക്ക്. എന്നെ വളർത്തുന്നതിലല്ല,
ഓരോ കാരണങ്ങളുണ്ടാക്കി എന്നെ അമ്മയെ ഉപദ്രവിക്കുന്നതിലായിരുന്നു താല്പര്യം. എന്നിലായിരുന്നു അമ്മയുടെ സ്വപ്നങ്ങൾ മുഴുവൻ. പക്ഷെ ഇന്നെൻ്റെ അമ്മ എന്താടി എൻ്റെ പപ്പ മാത്രം അങ്ങനെ ആയത്? എല്ലാ പപ്പമാരും അങ്ങനെയാ? നീ വിഷമിക്കില്ലേ, എല്ലാ പപ്പമാരും അങ്ങനെ കാണാൻ കഴിയില്ല. എൻ്റെ ഡാഡിക്ക് എൻ്റെ മമ്മി എന്തിഷ്ടമാണെന്നറിയോ? മമ്മിയെ ഡാഡി ദേഷ്യത്തോടൊന്ന് നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ തിരിച്ചു. എനിക്ക് വേണ്ടിയാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത് തന്നെ. നീ ഇങ്ങനെ ഓരോന്നോർത്ത് വിഷമിക്കാതെ, നിന്റെ അമ്മ വേഗം തിരിച്ചു വരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ ഒന്ന് വേഗം നടക്കടി, പോയിട്ട് ഒരുപാട് നോട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നിനക്ക് മാത്രല്ലേ എനിക്ക് ഒരുപാട് എഴുതാനുണ്ട്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ എനിക്ക് പേടിയാ. ഒന്ന് പോടി അവിടുന്ന്, ഒരു പഠിപ്പുകാരി. ആ അതൊക്കെ എക്സാമിന് കാണാം. ആനി നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ദേ ജീന, നിന്റെ പോക്കത്ര ശരിയല്ല കേട്ടോ. എന്നാലും ജീനെ, നിനക്ക് നീരജേട്ടൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഉഗ്രനായിട്ടുണ്ട്. ഭംഗിയുണ്ടു കാണാൻ. ഇനി ഇവൾക്കും നീരജേട്ടനും ആരെയും പേടിക്കാതെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാലോ. ശരിയാടി. നീരജേട്ടൻ എന്നെ ഒരു ടൂർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ത്രില്ലില്ല ഞാനിപ്പോ. നാളെ ഇതിലേക്ക് വിളിച്ച് ഡീറ്റെയിൽസ് പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. മമ്മിയും ഡാഡിയേക്കാളും ഏറെ എന്നെ സ്നേഹിക്കുന്നുണ്ട് നീരജേട്ടൻ. എന്നാലും നിര നീരജേട്ടന് ഇതിന്റെ കൂടെ ഒരു മെമ്മറി എങ്കിലും തരായിരുന്നു. ഒരു പാട്ടെങ്കിലും കേൾക്കായിരുന്നു. നീ അത് ഓർത്ത് വിഷമിക്കണ്ട. വിപിൻ എനിക്കൊരു മെമ്മറി കാർഡ് തന്നിട്ടുണ്ട്. അതിൽ പാട്ട് മാത്രമല്ല ഉള്ളത്. ദാ. മദർ, യെസ്. ഈ ഫോൺ തരാൻ വന്നതാ. മദർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറയൂ. മദർ ഒരിക്കലും ഇതിനെപ്പറ്റി ജീനയോട് ചോദിക്കരുത്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. മദർ ഇതറിഞ്ഞെന്ന് അവൾ അറിഞ്ഞാ പിന്നെ അവൾ ചിലപ്പോ എന്തെങ്കിലും അവിവേകം കാണിക്കും. അവളുടെ മനസ്സ് എനിക്കറിയാം. അവളെ നേർവഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ശരി, ആനി പോയിക്കോളൂ. അവള് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫാ. അവളിനി മനഃപൂർവ്വം ഓഫാക്കിയതാണോ? അവൾ അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. ഏതായാലും അവളിങ്ങോട്ട് വിളിക്കാതിരിക്കില്ല. നീരജ്, ഒരു മിനിറ്റ്. ബായ്. നിങ്ങൾ ബോർഡറിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അവളെയും കൂട്ടി ബൈക്കിൽ വന്നേക്കാം. കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കണം, അല്ലെങ്കിൽ സ്വഭാവം അറിയാലോ. ഇവന് നമ്മളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവൻ നമ്മളെ ഇത്തവണ ചതിക്കില്ല. വാടാ. ജാൻസി, നീ എന്റെ മൊബൈൽ എടുത്തോ? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നത് എവിടെ പോയി? ആതിരെ, നീ കണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ആനി, നീ എടുത്തോ? ഇല്ല. ആനി, സത്യം പറ, എന്റെ മൊബൈൽ എവിടെ? നിന്നോട് ചോദിച്ചേ. ഞാൻ കണ്ടില്ല എന്ന് നിന്നോട് പറഞ്ഞതല്ലേ? ആനി, നീ എന്നോട് കള്ളം പറയണ്ട. എനിക്കറിയാം നീ അതെടുത്തതെന്ന്. അതെ, ഞാൻ തന്നെ എടുത്ത്. നീ തമാശ കളിക്കാതെ അതിന് താ. അതെന്റെ കയ്യിലില്ല. പിന്നെ എവിടെ? അത് ഞാൻ ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയ്യോ, എന്താ എന്താ അവിടെ ഒരു ബഹളം? ആനി, എന്തു പറ്റി? എഴുന്നേറ്റേ. എന്താ പറ്റിയേ? അത് ഞാനൊന്ന് കാലിൽ തെറ്റി വീണതാ. അയ്യോ, ചതവുണ്ടല്ലോ. വാ, മരുന്ന് വരട്ടാം. സൂക്ഷിക്കണ്ടേ കുട്ടി? ആനിയെ കണ്ടോ? ഇല്ല.
നീ എവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്നോട് പിണക്കാണോ നിനക്ക്? സോറിയടി, ഞാൻ അങ്ങനെയൊന്നും നിന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അതോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്നോട് ക്ഷമിക്കില്ലേടി നീ? എനിക്ക് സന്തോഷായി. എന്നാലും നീ നിന്റെ തെറ്റ് മനസ്സിലാക്കിയല്ലോ. എനിക്കത് മാത്രം മതി. ചെന്നിങ്ങനെ കരയല്ലേ. സേവന മനോഭാവം വളർത്തിയെടുക്കാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ ആദ്യ പടിയായി നമ്മൾ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. ചങ്ങാതിക്കൂട്ടമെന്ന ഈ കൂട്ടായ്മയുടെ ലീഡറായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ നാടിന്റെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ച ആനിയെയാണ്. ആനിയുടെ നേതൃത്വത്തിൽ മാനവികതയുടെ പുതിയ പാതയിൽ നമുക്കൊരുമിച്ച് നീങ്ങാം. പുതുഹൃദയത്താളമുണർന്നു, കടലല പോലതുയർന്നു, കാണാമിനി പുതിയൊരു ഭാരതം. കേൾക്കാമിനി പുതിയൊരു ഘോഷം. നിറങ്ങൾ മാഞ്ഞ കണ്ണിൽ മഴവില്ലായി മിന്നാം, കനവുകൾ തോർന്നൊരു മനസ്സിൽ മഴയായി പെയ്യാം. കണ്ണീരെല്ലാം മായ്ക്കാം, ഒരു സാന്ത്വന നാളം കൊളുത്താം. കണ്ണീരെല്ലാം മായ്ക്കാം, ഒരു സാന്ത്വന നാളം കൊളുത്താം. പുതുഹൃദയം താളമുണർന്നു, കടലല പോലതുയർന്നു, കാണാമിനി പുതിയൊരു ഭാരതം. കേൾക്കാമിനി പുതിയൊരു ഘോഷം. അടുത്തതായി ചങ്ങാതിക്കൂട്ടത്തിന്റെ ലീഡറായ ആനിക്ക് ഈ ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ സുരേഷ് ബാബു അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആനി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന മറ്റൊരു സമ്മാനം കൂടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഇതാ ആനിയുടെ അമ്മ. ഇനി ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതുഹൃദയത്താളമുണർന്നു, കടലല പോലതുയർന്നു, കാണാമിനി പുതിയൊരു ഭാരതം. കേൾക്കാമിനി പുതിയൊരു ഘോഷം. പുതുഹൃദയത്താളമുണർന്നു, കടലല പോലതുയർന്നു, കാണാമിനി പുതിയൊരു ഭാരതം. കേൾക്കാമിനി
അരികെ